ഒരു ബ്രീച്ച് പ്രസൻറ്റേഷൻ എന്താണെന്ന് ഞാൻ പറയട്ടെ. അറിയാവോ എനിക്കറിയില്ല. നോർമൽ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോവാണ് ഹോസ്പിറ്റലിൽ. അപ്പം പെട്ടെന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ബിരിയാണി കഴിക്കണം എന്നൊരാഗ്രഹം. വേദന വെച്ച് ഞാൻ വയ്യ എന്ന് പറഞ്ഞപ്പം എന്നെ നെഞ്ചത്തിടിച്ച് പറ്റത്തില്ല അച്ചൂടെ നടന്നേ പറ്റുള്ളൂ. പിന്നില്ലാതെ അങ്ങനെ നമ്മുടെ നോർമൽ ഡെലിവറി ആയി. ബേബിയെ നേരത്തെ പറഞ്ഞതുപോലെ തലഭാഗമൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തലയല്ല കാണുന്നെങ്കിൽ, ഇപ്പോൾ ബ്രീച്ച് ആണെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാമോ? എന്തെങ്കിലും ഒരു അല്ല, തലയല്ലാതെ ബ്രീച്ച് കാണാതിരിക്കട്ടെ അല്ലേ. നമ്മൾ ഇത്രയും നോക്കി ഉള്ളും പരിശോധിച്ച് 38 വീക്സിൽ ഉള്ളും പരിശോധിച്ച് സ്കാനിങ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബ്രീച്ച് കാണുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പിന്നെ അങ്ങനെ വരുന്നത് എപ്പോഴാണ്? ഒരു ബ്രീച്ച് പ്രസൻറ്റേഷൻ എന്താണെന്ന് ഞാൻ പറയട്ടെ. അറിയാവോ എനിക്കറിയില്ല. നമ്മുടെ പൃഷ്ഠഭാഗം, നമ്മുടെ കുഞ്ഞിൻ്റെ ആ ചന്തി താഴോട്ട് വരികയും തല മുകളിൽ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പം അങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു 37 വീക്സിൽ നമ്മളത് കണ്ടു, ബ്രീച്ച് ആണെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരു എലക്റ്റീവ് സിസേറിയൻ എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. പ്രത്യേകിച്ച് പ്രൈമി ബ്രീച്ച് ആദ്യത്തെ പ്രസവമാണെങ്കിൽ. പിന്നെ ബ്രീച്ച് ഡെലിവറി ഉണ്ട്. യൂഷ്വലി സെക്കൻഡ് ഗ്രാവിഡൊക്കെ, രണ്ടാമത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രീച്ച് ഡെലിവറി ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് എക്സ്റ്റേണൽ കെഫാലിക് വേർഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്രീച്ചിനെ താഴേന്ന് മുകളിലോട്ടാക്കി തലേനെ താഴോട്ടാക്കി നോക്കുന്ന എക്സ്റ്റേണൽ കെഫാലിക് വേർഷൻ ട്രൈ ചെയ്യാം. അത് തീർച്ചയായിട്ടും ശ്രമിക്കാവുന്നതാണ്. ഇതൊക്കെ ശ്രമിച്ച് പരാജയപ്പെടുകയാണ് ബ്രീച്ച് തന്നെയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ എലക്റ്റീവ് സിസേറിയൻ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ബ്രീച്ച് ഇങ്ങനെ കാണുന്ന അവസ്ഥ എന്തോ, നമ്മൾ എലക്റ്റീവ് സിസേറിയൻ ഡേറ്റ് കൊടുത്തു, മറ്റന്നാളാണ് സിസേറിയൻ. പക്ഷേ പേഷ്യൻ്റ് പ്രസവനായിട്ടിരുന്നു, സിസേറിയൻ ആണ്, അതുകൊണ്ട് പോകണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ വേദന കൂടി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ആ പൃഷ്ഠഭാഗം താഴെ എത്തുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മൾ ബ്രീച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണാൻ സാധ്യതയുള്ളൂ. അപ്പോൾ യൂഷ്വലി അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ സിസേറിയനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഈ ഒരു മറ്റേണൽ പുഷ് അഥവാ അമ്മയുടെ ഒരു സഹകരണം നമുക്ക് എപ്പോഴും ഡെലിവറിക്ക് ആവശ്യമാണല്ലോ. പക്ഷെ എപ്പോഴും ഇവർ ഈ വേദന കാരണം പലപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് അങ്ങനെ ഒരു പുഷ് തരാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ ആണെങ്കിൽ എങ്ങനെ നിങ്ങൾ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കും? എനിക്ക് മനസ്സിലായി. ഡോക്ടർ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളിപ്പോൾ എന്തെങ്കിലും വാക്വം ഡെലിവറിയോ ഫോസപ്സോ ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലേ. ഒരു അമ്മ ഈ എപ്പിഡിയൂറിലൊന്നും എടുക്കാത്ത അമ്മമാർക്ക് ഞാൻ കാണുന്നത് വളരെ ടയേർഡാവും. സ്പെഷ്യലി ഒരു 8-10 മണിക്കൂറൊക്കെ ഡെലിവറി പെയിൻ വരികയാണെങ്കിൽ വളരെ ടയേർഡ് ആകുമ്പോഴത്തേക്ക് ഇവർക്ക് ആ അവസാന നിമിഷം, അതായത് ബേബി ക്രൗണിങ്ങിന് തൊട്ട് മുന്നേ, ഹെഡ് ക്രൗണിങ്ങിന് തൊട്ട് മുന്നേ ഉള്ള അവസാന നിമിഷം ഇവർക്ക് പുഷ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ അവർ ശരിക്കും ടയേർഡായത് കാരണം അവർക്ക് ആ ഒരു എഫേർട്ട് ചിലപ്പം കിട്ടണം എന്നില്ല. അത് മാത്രമല്ല കണ്ടീഷൻ, ചിലപ്പം ഇവരെത്ര പുഷ് ചെയ്താലും ചിലപ്പോൾ ഒരു റൊട്ടേഷൻ അത്രയും കംപ്ലീറ്റ് ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള ചില ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം ഇത് വരാതെ ഇരിക്കുന്ന അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സിലെ 2 എണ്ണത്തിലൊന്നാണ് ഫോസപ്സും വാക്വം. അത് ആ ഗൈനക്കോളജിന് ഏതാണോ കംഫർട്ടബിൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ചിലവർ ഫോസപ്സിലേക്കും കംഫർട്ട്, ചിലവർ വാക്വത്തിലേക്കും കംഫർട്ടബിൾ. നമ്മൾ വലിക്കുന്ന ഒരു വാക്വം പമ്പ് പോലെ ഒരു സംഭവം തന്നെ, അതിനൊരു ചെറിയ പ്രഷറിൽ നമ്മളെവിടെ ഇത് ഉപയോഗിക്കണം എന്നുണ്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ വെക്കുന്നു, പ്രഷർ ബിൽഡ് ചെയ്യുന്നു. ആ അമ്മ പുഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു ജെൻറ്റിൽ ട്രാക്ഷൻ കൊടുക്കുന്നു. അതുവഴി ഹെൽപ്പ് ചെയ്ത് കുഞ്ഞിൻ്റെ ഹെഡ് ഡെലിവറി ചെയ്യുന്നു. അങ്ങനെ ബേബിയെ മൊത്തത്തിൽ ഡെലിവറി ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ഫോർസെപ്സ് എന്ന് പറയുന്ന ഡിവൈസും ഒരു ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് പോലെ. അതും നമ്മൾ ഈ വജൈനൽ പാസേജിലോട്ട് കയറ്റി നമ്മളായിട്ട് തന്നെ ചെറിയ റൊട്ടേഷനൊക്കെ കറക്റ്റ് ചെയ്ത് കുഞ്ഞിനെ പുറത്തോട്ട് എടുക്കുന്നത്. നമ്മൾ ഈ പറയുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഇത് വളരെ ഡിഫിക്കൽട്ടാണ്. ഒരു പ്രത്യേകിച്ച് എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരു ഗൈനക്കോളജി ചെയ്യുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള മാനുവേഴ്സ് തന്നെയാണിത്. അപ്പോൾ എപ്പോഴും അതാണ് ഈ എക്സ്പീരിയൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത്. ചെയ്യേണ്ടി വരാറുണ്ട്, തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരാറുണ്ട്. ഈ ഒരു 4 ദിവസം മുന്നേ കൂടെ ചെയ്തു, ഒരു രീതിയിലും പുറത്തോട്ട് വരുന്നില്ല. അപ്പം ഈ വാക്വമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ആക്ച്വലി ഞാൻ വാക്വമാണ് അപ്ലൈ ചെയ്തത്, പക്ഷേ വാക്വമാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം അഥവാ വേദനയാണ് അപ്പം നോർമൽ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോവാണ് ഹോസ്പിറ്റലിൽ. അപ്പം പെട്ടെന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ബിരിയാണി കഴിക്കണം എന്നൊരാഗ്രഹം. അല്ല, നമ്മൾ കാണാറുണ്ടല്ലോ ഇപ്പം വ്ളോഗിലൊക്കെ ഇപ്പം സ്ഥിരമായിട്ട് കാണുന്നതല്ലേ, ദോശ ഇഡ്ഡലി എല്ലാം സൂട്ടിലൊക്കെ വെച്ച് തന്നെ തരുന്നു. അപ്പോൾ അത് എത്രത്തോളം കുഴപ്പമില്ല. പക്ഷേ അതിന് കുറച്ച് മെയിൻ പ്രശ്നം എന്താ, അതാ പേഷ്യൻ്റ് വരുന്നു, സംഭവം ശരിയാ, എന്തായാലും ഹോസ്പിറ്റലിൽ പോവില്ലേ മോൾ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ബിരിയാണി ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുത്തിട്ട് വിടാറുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഹാർട്ട് ബീറ്റ് നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കുറഞ്ഞൊരവസ്ഥ, അല്ലെങ്കിൽ വെള്ളം പൊട്ടിച്ചു വിടുമ്പോൾ നിറച്ച് മെക്കോണിയം പാസ് ചെയ്തൊരവസ്ഥ, അതായത് കുഞ്ഞ് അപ്പിയിട്ട ഒരവസ്ഥ, വലിയ മഷി ഇടുക എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു അവസ്ഥ വരുന്നു. പെട്ടെന്ന് സിസേറിയൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അനസ്തെറ്റിസ്റ്റിനെ വിളിക്കുന്നു. അനസ്തെറ്റിസ്റ്റിൻ്റെ ആദ്യത്തെ ചോദ്യം എന്തുവാ, എപ്പോഴാണ്
ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് ചോദിക്കട്ടെ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്? ഡോക്ടർ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഒരു 3 ദോശയും കടലക്കറിയും കഴിച്ചു. അത് അനസ്തറ്റിസ്റ്റ് കേട്ടപ്പോൾ തന്നെ അനസ്തറ്റിസ്റ്റിൻ്റെ ടെൻഷൻ. അനസ്തറ്റിസ്റ്റ് അപ്പം തന്നെ കൺസെൻറ്റിൽ ഒപ്പിട്ടു. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, ആസ്പിറേഷൻ ഉണ്ടാവാം, അതുകൊണ്ട് അപ്പോൾ ഒരു ഹൈ റിസ്ക് സിസേറിയനിലോട്ട് അത് മാറി. ഞാൻ പറഞ്ഞത് വേദനയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ തന്നെ എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് വന്നാൽ മതിയല്ലോ. ഇവിടെ വന്ന് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലേബർ റൂമിൽ തന്നെ ലഘുവായിട്ടുള്ള അവർക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ചിരുന്നാൽ മതിയല്ലോ. നമ്മൾ ഈ ഹെവി ആയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് തന്നെയാണ് പെയിൻ വരുവാന്ന് തോന്നുമ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചെയ്യേണ്ട കാര്യം. സെലിബ്രിറ്റീസ് എല്ലാം ദോശ, ഇഡ്ഡലി, ബിരിയാണി എല്ലാം കഴിക്കുന്നത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയ്യോ അങ്ങനെ കഴിക്കരുത്. ഞാനത് കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ കഴിക്കരുത്. ഡെലിവറി സമയത്ത് പിന്നെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ഈ എപ്പിസോട്ടമി. താഴെ അത് മുറിച്ചാലേ പറ്റൂ എന്നാണോ? എന്നില്ല. ഞാൻ കുറച്ച് ഈവൻ ഫസ്റ്റ് പ്രൈമറി അതായത് ആദ്യത്തെ പ്രഗ്നൻസിക്ക് പോലും ഞാൻ ചില അപൂർവമാണ്, എന്നാലും ഞാൻ ഇതില്ലാതെ എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ ടയറൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഒന്നെന്ന് പറഞ്ഞാൽ ഈ അവസാന നിമിഷം ഈ ലാസ്റ്റ് കുഞ്ഞ് തല പുറത്ത് വരുന്ന ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വജേന എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അല്ലേ, വജേനൽ ഓയിറ്റസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പോൾ ഇത് വികസിച്ച് വരുമ്പോൾ ഇത്രയൊക്കെ വികസിക്കും. പിന്നെയും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഫണ്ടസോ ഈ മുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു പുഷ് വല്ലതും കൊടുക്കേണ്ടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വാക്വമോ ഫോസപ്സോ ഒക്കെ ഇടേണ്ടി വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇൻട്രോയിഡ് ഹോളിൽ കൂടെ ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെരിനിയം എന്ന് പറയുന്ന അമ്മയുടെ വജേനയുടെ ഒരു സൈഡിൽ നമ്മളൊരു കട്ടിടുന്നു. കട്ടിടുമ്പോൾ എന്തോ സ്വാഭാവികമായിട്ട് ഇത്രയുള്ള വജേന ഇത്രയും വലുതാവും. അപ്പം കുറച്ചുകൂടെ എളുപ്പത്തിൽ ഡെലിവറി ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ ചെറിയ ഇതിലൂടെ തന്നെ നമ്മൾ പുഷൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ അകത്ത് ടയർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ പുറത്ത് ഫിസിയോളജിക്കലായിട്ട് തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ടയർ കീറുന്നത്. അത് ചെയ്യുമ്പോൾ ഇപ്പം എല്ലാവർക്കും ചെയ്യണം എന്നില്ല. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുറച്ചധികം പുഷ് ആ വജൈനൽ ആ വോൾട്ടിലോട്ട് വരുമ്പം അവിടുത്തെ മസിലൊക്കെ തന്നെ നമുക്ക് ദൂരോട്ട് പോയി ഒരു തൊലി മാത്രമായിട്ട് നിൽക്കും. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നത് തടയാം. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, ഡോക്ടർ വന്ന് പറയുന്നു കുഞ്ഞ് മുകളിൽ ഇരിക്കുകയാണ്, കുഞ്ഞ് ഇറങ്ങുന്നില്ല. അപ്പോൾ പേഷ്യൻ്റ് പറയുന്നു എന്നാൽ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞ് വരത്തില്ലേ ഡോക്ടറെ? പക്ഷെ അത് അങ്ങനെയല്ല. കുഞ്ഞ് ഫുൾ ഡയലറ്റേഷനായി വരാത്തത് ആ നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ബോണി പെൽവിസ് ആ ഇടുപ്പെല്ലിൻ്റെ വ്യാസക്കുറവ് മൂലമാണ്. അതൊരിക്കലും ഈ എപ്പിസിയോട്ടമി എന്ന് പറഞ്ഞൊന്നും ഒരിക്കലും ശരിയാവില്ല. എപ്പിസിയോട്ടമി അവിടെ വരുന്ന കുഞ്ഞിൻ്റെ തല പൂർണ്ണമായിട്ടും താഴെ എത്തി അവിടെ നിന്നൊന്ന് ഇറങ്ങാൻ വേണ്ടി ഒന്ന് ഈസി ആക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് എപ്പിസിയോട്ടമി എന്ന് പറയുന്ന ആ ഒരു വരുന്ന വജൈനയിൽ അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്. ഇത് ചെയ്യുന്നതുകൊണ്ട് പിന്നീടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും ലേറ്റായിട്ട് ചെയ്യുമ്പോൾ മസിലൊക്കെ തന്നെ അങ്ങ് റിട്രാക്ട് ചെയ്ത് പോവുകയും സ്കിൻ മാത്രമാവുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഏർലിയൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? മസിലിനും കൂടെ ചെറുതായിട്ട് കട്ട് വരും. മസിൽ കട്ട് ചെയ്യുമ്പോൾ എന്തും വജൈന കുറച്ചും കൂടെ വീക്കണാവും. സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്തും ഒക്കെ ചിലപ്പോൾ ആ ഒരു പ്ലഷർ ചിലപ്പോൾ ഫീൽ ചെയ്യണമെന്നില്ല. കുറച്ചും കൂടെ അയഞ്ഞ ഒരു വജൈന കുറച്ചും കൂടി ലൂസ് ആയതുപോലെ തോന്നും. അപ്പോഴാണ് ഈ വജൈനൽ ടൈറ്റനിങ് പോലുള്ള സർജറീസും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത്. അതും ഇപ്പം വളരെ സുലഭമായിട്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെയുണ്ട്, കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഈ വജൈനൽ ടൈറ്റനിങ് ആണെങ്കിലും അതിന് ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. സർജിക്കൽ തന്നെ വേണമെന്നില്ല, പലതരം ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നീട് അത് ആ ഒരു വൂണ്ട് ക്ലിയർ ആവാൻ എത്ര നാൾ പിടിക്കും? അതായത് ഒരു എപ്പിസോട്ടമി യൂഷ്വലി നല്ലൊരു കറക്റ്റ് എപ്പിസോട്ടമി ആകുമ്പോൾ ഇതൊരു കൈ മുറിയുന്നത് പോലെ തന്നെ ഉള്ളൂ. അത് വലിയൊരു ഇതൊന്നും വരുന്നത് ഇൻ എ മാറ്റർ ഓഫ് ഫ്യൂ ഡേയ്സ് തന്നെ അതൊന്ന് ഹീൽ ചെയ്ത് തുടങ്ങും. ഒരു 6 ആഴ്ച ആകുമ്പോൾ തന്നെയൊക്കെ നല്ല കംപ്ലീറ്റ്ലി അതാവും. പക്ഷേ ഇത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ, എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ എനിക്ക് തന്നെ എത്രയോ പൊസിഷൻസിന് എപ്പിസോട്ടമി ചിലപ്പോൾ ഗേപ്പ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ അകന്നു പോകാറുണ്ട്. എപ്പിസോട്ടമിയിൽ ഇൻഫെക്ഷൻ ഒരു മുറിവ് തന്നെയല്ലേ അല്ലേ, അതിനുള്ള ഇൻഫെക്ഷൻ എനിക്ക് ചില ഏറ്റവും അടുത്തൊരു പേഷ്യൻ്റ് വളരെ വേണ്ടപ്പെട്ടെന്ന് തോന്നുന്നത് നോർമലി ഒരു കഷ്ടപ്പെട്ട് ചെയ്തതാണ്. പക്ഷേ അദ്ദേഹത്തിന് വൂണ്ട് ഇൻഫെക്ഷൻ വരികയും അദ്ദേഹത്തിനും ഭയങ്കര വിഷമമായി, എനിക്ക് ഭയങ്കര വിഷമമായി. അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ അല്ലേ, ആ എപ്പിസോട്ടമി ഇൻഫെക്ഷൻ ആകുമ്പോഴത്തേക്ക് ഒന്ന് ഇരിക്കാനും ഒക്കെ തന്നെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ആ ഡെലിവറി സമയത്ത് ഈ കുഞ്ഞ് പുറത്ത് വന്ന് എപ്പിസോട്ടമി തയ്ച്ചുകൊണ്ടിരിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബ്ലീഡിങ് നിൽക്കുന്നില്ല,
എന്ന് ഉള്ള അവസ്ഥകൾ വരാറുണ്ട്. അതെപ്പോഴൊക്കെയാണ് അങ്ങനെ കാണാറ്? അതിനെയാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ഹെമറേജ്, ഡെലിവറി കഴിഞ്ഞ ശേഷമുള്ള ബ്ലീഡിങ്, PPH എന്നാണ് പറയുന്നത്. അത് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ മെറ്റേണൽ ഡെത്ത് ആയിരുന്നു. അമ്മമാരുടെ മരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് PPH. ഇപ്പോൾ പ്രഷറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേരളത്തിൽ, എന്നാലും ബട്ട് സ്റ്റിൽ ഒരു ആദ്യത്തെ 3 സ്ഥാനത്തിൽ ഇപ്പോഴും PPH ഉണ്ട്. PPH വരുന്നത് 3 റീസൺ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ അറ്റോണിക് എന്ന് പറയും. അറ്റോണിക് എന്ന് പറഞ്ഞാൽ എന്താ, ആ യൂട്രസ് ഒന്ന് ആലോചിച്ചു, ഇത്രയും വലിയൊരു യൂട്രസ് അല്ലേ, ഒരു കുഞ്ഞിനെ കിടക്കുന്ന, അപ്പോൾ ഇവിടം വരെയുള്ളൊരു വലിയ യൂട്രസ്, ഈ കുഞ്ഞ് ഡെലിവറി ചെയ്യുമ്പം തന്നെ അത് ചുരുങ്ങാൻ തുടങ്ങുക അല്ലേ. ഇത്രയും വലിയൊരു യൂട്രസ്, ഒരു 3.5 കിലോ കുഞ്ഞും പിന്നെ വെള്ളവും പ്ലാസൻ്റ് ആയിട്ട് ഓൾമോസ്റ്റ് 6 കിലോയുടെ സാധനം താങ്ങുന്ന ഒരു യൂട്രസ് നിമിഷങ്ങൾക്കുള്ളിൽ അത് ചുരുങ്ങി നമ്മുടെ ഈ ഒരു സൈസിലോട്ട് എത്തണം. ഈ ഒരു സൈസിലോട്ട് എത്താൻ സഹായിക്കുന്നത് ആ യൂട്രസിൻ്റെ അകത്തുള്ള മസിൽസിൽ തമ്മിലുള്ള മസിലിരിക്കുന്ന രീതിയാണ്. ആ ക്രിസ് ക്രോസ് പാറ്റേൺ എന്ന് പറയും. ഈ രീതിയിൽ ഇരിക്കുമ്പോൾ എന്ത് പറ്റും, ഇതെല്ലാം കൂടെ നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആ സമയം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇതങ്ങ് ചുരുങ്ങി വരികയും ചെയ്യും. എന്നിട്ട് യൂട്രസ് അങ്ങ് തീരെ ഒരു ക്രിക്കറ്റ് ബോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർക്ക് ബോളിലെ ക്രിക്കറ്റ്, ആ കൺസിസ്റ്റൻസിയിൽ ഇത് ചുരുങ്ങി തീരെ ചെറിയൊരു സ്ട്രക്ചറായിട്ട് മാറണം. ചില സന്ദർഭങ്ങളിൽ, ചില കണ്ടീഷനിൽ, പ്രത്യേകിച്ച് പ്രൊലോങ് ലേബറാണ്, ട്വിൻ പ്രഗ്നൻസി ആയിക്കോട്ടെ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ചില കണ്ടീഷൻസിൽ ഈ യൂട്രസ് അങ്ങനെ ചുരുങ്ങത്തില്ല. അത് ഫ്ലാബി ആയിട്ട് തന്നെ ഇരിക്കും. അത് ആ ഒരു ലൂസായിട്ട് തന്നെ ഇരിക്കും. ഈ മസിൽ ഇത്രയും ലൂസാകത്തുന്നത് ബ്ലീഡിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ഞാൻ കണ്ടിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടാപ്പില്ലേ, ഇല്ല നല്ലൊരു ടാപ്പ് തുറന്നു വിടുവാണെങ്കിൽ ബ്ലഡ് പോകുന്നത് എങ്ങനെ, അത്രയും ഫോഴ്സിലായിരിക്കും ഈ യൂട്രസിൽ നിന്ന് ബ്ലഡ് പോകുന്നത്. അതായത് ഒരു 1-2 മിനിറ്റിൽ 2-3 ലിറ്റർ പോകുന്ന രീതിയിൽ അത്രയും ഡെഡ്ലി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഒബ്സ്റ്ററ്റീഷ്യൻ നേരിടുന്നത്. അപ്പോൾ തന്നെ ചെയ്യാനുള്ള മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്, കൊടുക്കാനുള്ള മരുന്നുകളുണ്ട്, ചെയ്യാനുള്ള കുറച്ച് മാനുവേഴ്സ് ഉണ്ട്. അതൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ആ യൂട്രസിനെ കൺട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള മരുന്നുകളും ഒക്കെ വെച്ച് 99% അറ്റോണിക് PPH ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ചിലവർക്ക് ഇതൊന്നും ചെയ്താലും ബ്ലീഡിങ് നിൽക്കുകയും, നമ്മൾ ടെമ്പണേഡ് അകത്തെന്തെങ്കിലും നമ്മളൊരു പ്രഷർ കൊടുക്കുന്ന പരിപാടി അതൊക്കെ ഫെയിൽ ആവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സർജറി ചെയ്യേണ്ടിയും ചിലപ്പോൾ യൂട്രസ് തന്നെ നീക്കം ചെയ്യേണ്ട അവസ്ഥകളൊക്കെ വരാറുണ്ട്. അപ്പം അതാണ് അറ്റോണിക് PPH എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്ന ട്രോമാറ്റിക് PPH. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിഫിക്കൽട്ട് ലേബർ, ഈ ഫോർസെപ്സ് ഇടുന്നു, അതിടുന്നു, എന്നിട്ട് തല വരുന്നില്ല, പിന്നെ എങ്ങനെയൊക്കെയോ തല ഇറക്കുന്നു. അതാണ്. അപ്പം അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ലേബർ അങ്ങനെ തന്നെ വേണമെന്നില്ല. അങ്ങനെ ഇല്ലാത്ത ചില ലേബേഴ്സിലും അവിടെ അകത്ത് ചില ഭാഗങ്ങളിൽ കീറലുകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുകയും, അതായത് വജേനയിൽ നിന്നുള്ള ബ്ലീഡിങ്, ട്രോമാറ്റിക് PPH എന്നാണ് അത് പറയുന്നത്. അത് കുറച്ചും കൂടെ പാടില്ലേ, ഒന്ന് ആലോചിക്കുകയല്ലേ, ഇത്രയുള്ള ഒരു ചെറിയ ഹോളിൻ്റെ അകത്ത് 10 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ, ഇതാണ് എൻ്റെ ഹോള്, ഇതിൻ്റെ 10 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ വലിയൊരു മുറിവ്. ഇത് തയ്ക്കാൻ തന്നെയുള്ള ഡിഫിക്കൽട്ടി. അതിനിടയിൽ ഇത് പ്രത്യേകിച്ച് നമ്മൾ എപ്പിഡ്യൂറലൊന്നും എടുക്കാത്തതാണെങ്കിൽ ലൈവായിട്ട് നിൽക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹെൽപ്പ് വിളിക്കുക, അനസ്തെറ്റിസ്റ്റിനെ വിളിക്കുക, പേഷ്യൻ്റെ റെസിസ്റ്റൻസ് മാറ്റണമല്ലോ. അപ്പോൾ പേഷ്യൻറ്റിനെ ഒന്ന് സെഡേറ്റ് ചെയ്യുക. പീഡിയാട്രീഷ്യൻ തീർച്ചയായിട്ടും കാണും, അപ്പോൾ കുഞ്ഞിനെ അവർ നോക്കിക്കോളും. എന്നിട്ട് നമ്മുടെ സീനിയേഴ്സിനെ വിളിക്കുക. എന്നിട്ട് അവരെല്ലാം ഒരു ടീം എഫേർട്ടിലൂടെ ആയിരിക്കും ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ ബാഡാവുന്ന കണ്ടീഷനാണ്. ഇതെല്ലാം ഒരു ഒബ്സ്റ്ററ്റീഷ്യൻ്റെ നൈറ്റ് മെയർസാണ്. ഈ ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വാർത്തകൾ കാണാറുണ്ട്, നോർമലായിരുന്നു ഡെലിവറി, ഒരു പ്രശ്നമില്ലായിരുന്നു, പെട്ടെന്ന് അമ്മയുടെ ഹൃദയം നിന്നു പോകുന്നു, അമ്മ ഡെത്ത് ആവുന്നു. ഈ അടുത്തിടയ്ക്കും അങ്ങനെ. ഇതിന് മുന്നേ പറഞ്ഞത് ഈ നോർമൽ ഡെലിവറി എന്നുള്ള വാക്കെടുത്ത് മാറ്റണമെന്നാണ് എൻ്റെ. നോർമൽ കാരണം ഈ ഡെലിവറി ഉണ്ടല്ലോ, വജൈനൽ ഡെലിവറിയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം. സിസേറിയൻ എന്താണ്, ഡോക്ടർ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറിന് അത് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ 99% വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. ഡെഫിനറ്റ്ലി ഒരു സർജറിയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, അനസ്തേഷ്യ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. പക്ഷേ നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു 12 hours 15 hours ചിലപ്പോൾ എടുക്കുന്ന ഒരു പ്രോസസ്സ് അല്ലേ, ഒരു ആദ്യം തൊട്ട് അതൊരു വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു ഹോൾ പ്രോസസ്സിനെ നമ്മളൊരു ചെറിയ നോർമൽ സുഖപ്രസവം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. അമ്മയ്ക്ക് സുഖപ്രസവമല്ല, ഇത്രയും വേനെടുത്തിട്ടാണ് ആ വ്യക്തിയെ പ്രസവിക്കുന്നത്. അപ്പോൾ സുഖപ്രസവേ അല്ല അത്. രണ്ടുപേർക്കും, ഒബ്സ്റ്ററ്റീഷ്യനും മറ്റേവർക്കും ഭയങ്കര ടെൻഷനുള്ള ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ആ ഡെലിവറിയുടെ സമയത്ത് ഇങ്ങനെ അതിന് കുറേ റീസൺ ഉണ്ട്. അതിൽ ഒന്ന് ഈ പൾമണറി ആർട്ടറി എംബോളിസം, നമ്മുടെ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മുടെ രക്തധമനികളിലോട്ട് കയറുകയും അത് എംബോളിസം വരികയും നമ്മുടെ ശ്വാസം അത് പെട്ടെന്ന് ശ്വാസം നിലയ്ക്കുകയും ചെയ്യുന്നവ. പിന്നെ കാർഡിയോമയോപ്പതി,
അത് വളരെ കോമൺ ആയിട്ട് ഹാർട്ടിനെ ചില ഗർഭിണികൾക്ക് അവരുടെ ഹാർട്ട് വീക്ക് ആവുകയും ഹാർട്ട് ഫെയിലിയറിലോട്ട് പോകുന്ന അവസ്ഥ, അതിനാണ് പെരിപ്പാട്ടം കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത്. പിന്നെയും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഇങ്ങനെയുള്ള പെട്ടെന്ന് അറസ്റ്റ് സംഭവിക്കുന്ന കാര്യങ്ങൾ. അതൊക്കെ വളരെ അപൂർവമാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ദെയർ. ശരി. അപ്പോൾ ഈ സുഖപ്രസവം അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് ഇത് വജൈനലി ഉള്ള പ്രസവമാണെങ്കിൽ ഇത് കഴിഞ്ഞ് എപ്പോഴാണ് ഒരു അമ്മ നോർമൽ ആവുന്നത്? അതായത് അപ്പൊ തന്നെ പിന്നെ നടക്കാം, ഓടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നോർമൽ ഡെലിവറിയാണ്, വളരെ ഈസി ഡെലിവറിയാണ്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ പറയുന്നത് അത് ബെസ്റ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ശരി, അത് ബെസ്റ്റാണ്. കാരണം ശരി, ഒരു 5-6 hours കഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക, എളുപ്പത്തിൽ ഞാൻ പറഞ്ഞ 15 hours അല്ലേ, 5-6 hours അല്ലെങ്കിൽ 3 to 4 hours തീരുന്നു. ഒരു ദിവസം കഷ്ടപ്പെട്ടാലും എല്ലാം കറക്റ്റാണ്. കുഞ്ഞ് കറക്റ്റായിട്ട് താഴോട്ട് വന്നു, ഡെലിവറിക്ക് പാടില്ലായിരുന്നു. ഈ കുഞ്ഞിനെ കിട്ടിയപ്പോൾ തന്നെ നമുക്ക് സന്തോഷം, കുഞ്ഞ് കരയുന്നു, അത് കുഞ്ഞിൻ്റെ അമ്മയുടെ വയറ്റിലോട്ട് എടുത്ത് വെക്കുന്നു, അമ്മ കുഞ്ഞിനെ പിടിക്കുന്നു, അമ്മ സന്തോഷത്തോടെ ചിരിക്കുന്നു, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. നമ്മുടെ ഈ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് കഴിച്ചാണെങ്കിൽ എനിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇതെല്ലാം അത് കഴിഞ്ഞു നമ്മളിത് അമ്മ ഇസ് ഫൈൻ അല്ലേ. അമ്മ ഈവൺ അടുത്ത ദിവസം തന്നെ അന്ന് വൈകിട്ട് തന്നെ കുഞ്ഞിനെ പാൽ കൊടുക്കാൻ ചിലപ്പോൾ NICയിലോട്ട് ICU ആണെങ്കിൽ അങ്ങോട്ട് നടന്നു വരാറുണ്ട്. അതൊരു ബ്യൂട്ടിഫുൾ, പക്ഷെ അത് സംഭവിക്കാനാണ് പാട്, ഈ ഒരു അവസ്ഥ വരാനാണ് പാട്. പക്ഷേ ഇത് സിസേറിയന് പറ്റത്തില്ല. കാരണം അതിൻ്റെതായ സമയം എടുക്കും, അതിൻ്റെതായ മുറിവ് വലുതാണ്, അത്രയും ലേസ് നമ്മൾ എല്ലാം ഉണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടും പെയിനൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രസവം തന്നെ സുഖപ്രസവം ആണെങ്കിൽ സുഖപ്രസവം. അപ്പോൾ ശരി, ഈ നോർമൽ ഡെലിവറി നടന്നില്ല, നമ്മൾ ഇത്രയും നേരം വജൈനൽ ഡെലിവറിയുടെ കാര്യമായിരുന്നു പറഞ്ഞത്. ഈ സിസേറിയനിലേക്ക് കൊണ്ടുപോയി, അവിടെ എന്താണ് ശരിക്കും നടക്കുന്നത്? OT-ക്കകത്തായതുകൊണ്ട് തന്നെ ഇപ്പം ഈ വജൈനൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ കാണുന്നുണ്ട് കുറേ കാര്യങ്ങൾ, എന്താണ് അതിനകത്ത് നടക്കുന്നത്, പുഷ് ഒക്കെ കേൾക്കുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത് OT-ക്കകത്ത്? ഓപ്പറേഷൻ തിയേറ്ററിലകത്ത് എന്താ നടക്കുന്നത്? നമ്മൾ ഗർഭിണി വീൽ ചെയറിലോ ട്രോളിയിലോ വരുന്നു, നമ്മൾ ആ ഓപ്പറേഷൻ ടേബിളിലോട്ട് ഇരുത്തുന്നു, അനസ്തെറ്റിസ്റ്റ് വരുന്നു, കുറച്ച് നേരത്തെ ചോദിച്ചാണ് ഇതൊക്കെ കഴിയുന്നു. എന്നിട്ട് സ്പൈനൽ അനസ്തേഷ്യയാണ്, നട്ടെല്ലാണ് കൊടുക്കുന്നത്, അവിടെ ഡ്രൈപ്പ് ചെയ്യുന്നു, സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കുന്നു, പേഷ്യൻറ്റിനെ നേരെ കിടത്തുന്നു, ഞാൻ അപ്പോഴത്തേക്ക് സ്ക്രബ് ചെയ്ത് വരുന്നു, ഞാൻ പേഷ്യൻ്റായിട്ട് കത്തി വെച്ചുകൊണ്ടിരിക്കും. ഓർമ്മയൊക്കെ ഉണ്ടല്ലോ അല്ലേ? പേഷ്യൻ്റ് ഓർമ്മയുണ്ട്, പിന്നെ തീർച്ചയായിട്ടും, കാരണം നട്ടിൽ മാത്രമേ ഉള്ളൂ, കാലിലോട്ട് ഞാൻ കൊച്ചിനെ കാണുമെന്നുള്ളത്. ഞങ്ങൾ എപ്പോഴും ഞാനും പേഷ്യൻ്റ് എപ്പോഴും കത്തി വെച്ചോണ്ടിരിക്കും. പാട്ട് പാടുന്ന വീഡിയോ ഒക്കെ എൻ്റെ അത് പഴയ വീഡിയോ, ഒരു 4 years ബാക്ക്. ഞാൻ പറഞ്ഞ ഞാൻ ചോദിച്ചപ്പോഴത്തെ അയാൾ പറഞ്ഞ ദിവ്യ, അയാള് എന്താ ടീച്ചറാണെന്ന് പറഞ്ഞു, പാട്ട് ടീച്ചർ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞു, ഭയങ്കര വൈറലൊക്കെയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, നമ്മൾ വയറിൽ കുറച്ചധികം ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു നോർമൽ സർജറിയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നു. നമ്മളങ്ങനെ അത് കഴിഞ്ഞ് യൂട്രസിലെത്തുന്നു. യൂട്രസിലും അവിടെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അതും ചെയ്യുമ്പോഴത്തേക്ക് തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞിനെ കാണാം, കുഞ്ഞിനെ എടുക്കുന്നു. ഇത് പറയുന്ന കണക്ക് എളുപ്പമല്ല, അതിനുള്ള ഇത്രയും ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് ഓരോരുത്തർക്കും വേണമെന്ന് പറയുന്നത്. എടുക്കുന്നു, എന്നിട്ട് നമ്മളിതെല്ലാം തന്നെ വീണ്ടും തിരിച്ച് അടച്ച് വെക്കുന്നു. ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. ചെയ്യേണ്ട കണ്ടീഷനിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് തന്നെയാണ് സിസേറിയൻ. പക്ഷെ അവിടെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഫീഡ് ചെയ്യാനൊക്കെ അവിടെ നിങ്ങൾ പെട്ടെന്ന് തന്നെ അരമണിക്കൂറിനുള്ളിൽ ഫീഡ് ചെയ്യണമെന്നോ? 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എപ്പോഴും പറയാം അരമണിക്കൂറിന്. ഞങ്ങൾ അതിൻ്റെ സപ്പോർട്ട് ഗൈനക്കോളജിസ്റ്റ് തരാറില്ല, പലപ്പോഴും തരാറില്ല. OT-ക്കകത്ത് ഞങ്ങളെ കയറ്റാറില്ല എന്നാണ് പറയാനായിട്ട്. ശരി, ഓക്കെ. അത് കഴിഞ്ഞു നമ്മൾ ഈ സിസേറിയൻ കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് അവരെ മാറ്റി കഴിഞ്ഞ് എപ്പോൾ റൂമിലേക്ക് മാറ്റാം? ഡിപ്പെൻസ് ആവും. ഇപ്പം ഞാൻ നേരത്തെ വർക്ക് ചെയ്ത താലൂക്ക് ഹോസ്പിറ്റൽ കൊണ്ടായില്ല. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് സ്ഥലമില്ല. അപ്പം ഞങ്ങൾ പോസ്റ്റ് ഓപ്പിൽ ഒരു 4-5 മണിക്കൂർ ഞങ്ങൾ അപ്പോഴത്തേക്ക് വാർഡിലോട്ട് മാറ്റും, റൂമില്ല. അപ്പോൾ ഓരോ കണ്ടീഷനിലും ഇപ്പം ഞാൻ വർക്ക് ചെയ്തത് വളരെ വലിയൊരു ഐഡിയൽ ടൈം ഉണ്ടോ? Ideal, if you feel the patient is fine, and if you have persons to monitor that patient in the ward, അല്ലെങ്കിൽ റൂമിൽ കറക്റ്റായിട്ട് മോണിറ്ററിങ് നടക്കും, BP എല്ലാം കറക്റ്റാണെങ്കിൽ. ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 day നമ്മളൊരു പോസ്റ്റ് ഓപ്പ് പ്ലേസ് ഉണ്ട്, അവിടെ വെക്കും, അവിടെ കണ്ടിന്യൂസ് മോണിറ്ററിങ് കിട്ടും. അവിടെ വെച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ വന്ന് റൗണ്ട്സ് എടുക്കും, എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കും. ഇപ്പോൾ വൈറ്റൽസ് ആ എല്ലാം സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ, പേഷ്യൻ്റ് അബ്സല്യൂട്ട്ലി ഫൈൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറയും. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. CS കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ എപ്പം നടത്താം? പേഷ്യൻ്റ് ഓക്കെ ആകുമ്പോൾ നടത്താം. പേഷ്യൻ്റ് നടക്കണം തോന്നുവാണെങ്കിൽ നടക്കാം. എത്ര ഏർലി നടത്താം? എത്ര ഏർലി നടത്തുന്ന അത്രയും നല്ലതാണ് അല്ലേ. ആംബുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, കാലിലോട്ടുള്ള രക്തയോട്ടം കുറയുന്ന കണ്ടീഷനൊക്കെ നമുക്ക് കുറേയൊക്കെ പരിധി വരെ
വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വെൻ ടു ആംബുലേറ്റ് എന്നുള്ളതിന് എന്തെങ്കിലും RCOGയിൽ എന്തെങ്കിലും ഗൈഡ് ലൈൻ കാണുമായിരിക്കും. ഞാനത് എന്തായാലും ഇപ്പം ഓർമ്മയിൽ കിട്ടുന്നില്ല. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിയുന്നു, പേഷ്യൻ്റ് ഓക്കെ ആവുന്നു. ഈവൻ നൈറ്റിൽ തന്നെ പേഷ്യൻറ്റിന് ഒന്ന് ജസ്റ്റ് എഴുന്നേറ്റിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എഴുന്നേറ്റിരിക്കാം, ഒന്ന് നേരെ നിൽക്കണമെങ്കിൽ നിൽക്കാം, അതൊന്നും പ്രശ്നമില്ല. എന്തായാലും എല്ലാ പേഷ്യൻറ്റിനെയും നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ആ കത്തീഡർ റിമൂവ് ചെയ്ത് അവർ തന്നെ യൂറിൻ പാസ് ചെയ്യണം, അവർ തന്നെ നടക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ആ ദിവസം മിക്കവരും ടയേർഡായിരിക്കും. എമർജൻസി സിസേറിയനാണെങ്കിൽ ആ നോർമൽ ഡെലിവറി കഴിഞ്ഞ് തലേന്ന് ഉറങ്ങാത്തതിൻ്റെ ഒക്കെ ഇതായിരിക്കും. അവർ മിക്കപ്പോഴും അങ്ങ് ഉറങ്ങി പോവുകയാണ്. അപ്പോൾ ഈ ട്യൂബ് ഉണ്ടല്ലോ ഭയങ്കര ഡിസ്ട്രസിങ് ആയിട്ടുള്ളൊരു കാര്യം, യൂറിനറി കത്തീറ്റർ, അതെപ്പോൾ റിമൂവ് ചെയ്യും? എനിക്ക് തോന്നുന്നു താങ്കൾ സിസേറിയൻ കഴിഞ്ഞിട്ട് എപ്പോഴാണ് നടന്നത്? എന്നെ നടത്തിയതിൻ്റെ കാര്യം പറയാതിരിക്കുന്നത്. എന്നാ പറഞ്ഞ നെക്സ്റ്റ് മനഃപൂർവ്വം ഉള്ള നെക്സ്റ്റ് ഡേയോ 12 മണിക്കൂർ പോലും കഴിഞ്ഞില്ല. അത് ഒരു ബിൽഡിംഗ് മുഴുവൻ കടന്ന് സ്റ്റെപ്പും കയറ്റി അടുത്ത വാർഡിൽ കൊണ്ടുപോയി. ആ ഡെലിവറി ചെയ്ത ഹോസ്പിറ്റലിൽ ലിഫ്റ്റ് വെക്കാൻ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളെന്തോ പറയുന്നത്, എന്നിട്ട് ഞാൻ വേദന വെച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയട്ടെ, വേദന വെച്ച് ഞാൻ വയ്യ എന്ന് പറഞ്ഞപ്പം എന്നെ നെഞ്ചത്തിടിച്ച് പറ്റത്തില്ല അച്ചിരി കൂടെ നടന്നേ പറ്റുള്ളൂ. പിന്നില്ലാതെ 2 ഗൈനക്കോളജിസ്റ്റുകളായിരുന്നു, ഒന്ന് എൻ്റെ അമ്മയും ഒന്ന് എൻ്റെ ഭർത്താവും. അങ്ങനെ തന്നെ പറയും. അങ്ങനെയല്ല, ഇങ്ങനെ ടാപ്പ് ചെയ്ത് അല്ലല്ല അപ്പോൾ പിന്നെന്താ പറയാ, വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കും. ആംബുലേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം, ആംബുലേറ്റ് ചെയ്യുന്നത് ഏർലിയർ ദ ബെസ്റ്റ് തന്നെയാണ്. കത്തീറ്റർ ഇടുന്നത്, കത്തീറ്റർ യൂഷ്വലി നമുക്ക് വേണമെങ്കിൽ ഈവൻ ചില ഹോസ്പിറ്റലിൽ ഇപ്പോൾ കത്തീറ്റർ അവർ ഇടുന്ന പോലും ഇല്ല. അവർ ജസ്റ്റ് യൂറിൻ എടുത്തിട്ട് 6 hours ശേഷം ആംബുലേറ്റ് ചെയ്ത് തന്നെ യൂറിൻ പാസ് ചെയ്യാൻ പറയുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട് നടക്കാറാകുമ്പോഴത്തേക്ക്. പക്ഷേ ഞാൻ ഇവിടെ സാധാരണ ചെയ്യുന്ന ഓരോരുത്തരും ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. ഞാൻ ആ ഒരു ഡേ ഇപ്പോൾ ഉച്ചയ്ക്കാണ് സിസേറിയനാണ്, നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരിക്കും കത്തീറ്റർ റിമൂവ് ചെയ്യുന്നത്. സോ ദാറ്റ് പേഷ്യൻറ്റ് കംഫർട്ടബിളായിട്ട് നടന്നു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ. ഭയങ്കര പെയിൻ ആണ് കേട്ടോ ഭയങ്കര. പിന്നെ ICUയിൽ ഞങ്ങൾക്കും ഫീഡ് ചെയ്യാനായിട്ട് വരാനായിട്ട് കത്തീറ്റർ ഉള്ളിടത്തോളം കാലം ഇച്ചിരി പാടാണ്. ഓക്കെ, അപ്പോൾ ഈ നോർമൽ ഡെലിവറി കഴിഞ്ഞാലും അത് വജൈനൽ ഡെലിവറി കഴിഞ്ഞാലും സിസേറിയൻ കഴിഞ്ഞാലും ഈ ബ്ലീഡിങ് പെർവജൈനൽ ബ്ലീഡിങ് പോകുന്നതിൻ്റെ ഡേയ്സിന് വ്യത്യാസമുണ്ടോ? ഇനി ആ ഒരു സെക്ഷനും ഇനി പീഡിയാട്രിക് സെക്ഷനും ഒക്കെ നെക്സ്റ്റിൽ പറഞ്ഞാലോ? ശരി, ഓക്കെ ഓക്കെ.